ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് തൃശ്ശൂരിന്റെ കളക്ടറായിട്ടുള്ള ഡോക്ടർ അർജുൻ പാണ്ഡ്യൻ സാറാണ്. സാറേ ഈ ബോണത്താലിൽ ആദ്യമായിട്ടാണോ അതിന് മുമ്പ് പങ്കെടുത്തത്? രണ്ടാമത്തെ ബോണത്താലാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നല്ലൊരു ആഘോഷമാണ്. ഒരുപാട് പ്രത്യേകിച്ച് കുട്ടികൾ മാരത്തോണിൽ പോലും മാരത്തോണിന് കഴിഞ്ഞ വർഷത്തുള്ള തൃശ്ശൂർ മാരത്തോണിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ വർഷവും കൂടെ പങ്കെടുക്കും. എല്ലാവരും തീർച്ചയായിട്ടും എല്ലാ പരിപാടിക്കും ആക്റ്റീവായിട്ടുള്ളവരാണ്. പൊതുവെ ഈ ബോണത്താലി എങ്ങനെ പോവുകയാണ്? എല്ലാവരും ഒരു ഒത്തുകൂടുന്ന ഒരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നിമിഷമാണ്. എല്ലാവരും ഒരുപാട് പാർട്ടിസിപ്പേറ്റ്സ് ഉള്ള നല്ലൊരു 10,000-ന് മേലെ തന്നെ എല്ലാവരും പാപ്പന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല ഒരു ആഘോഷമാണ്. തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് നമ്മൾ പൂരം, പുലിക്കളി. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബോണത്താലി. ഒരു മതമൈത്രിയുടെ സന്ദേശം കൂടി നൽകും. അതെ, തീർച്ചയായും എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു മാത്രമല്ല എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ബോണത്താലി. അപ്പോൾ സാറ് തുടക്കം മുതൽ ഇങ്ങനെ ഈ ബോണത്താലിൽ നിങ്ങൾ നടന്ന് പങ്കെടുക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഞാൻ എല്ലാവരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ. എല്ലാവരും ആക്ച്വലി ഓരോ ടീമുണ്ടല്ലോ, എല്ലാവരും നല്ല ഒരു പെർഫോമൻസ് ആണ്. കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നല്ലൊരു വൈബ്സാണ്. അതെ, നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ പ്രത്യേകിച്ച് ഈ ദിവസമാണ് ക്രിസ്മസിന്റെ പ്രത്യേകിച്ച് അറിയുന്നത്.